ഗ്ലൈക്കോളിക് ആസിഡിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ സ്മൂത്ത് ആകാനും ബ്രൈറ്റ് ആകാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇത് ആർക്കെങ്കിലും ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇവിടുന്ന് മേടിച്ച് നിങ്ങൾക്ക് കൊറിയർ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാതിരിക്കാൻ. വൈറ്റ് കാസ്റ്റിങ് ഒന്നും തരത്തില്ല. SPF 50+ UVB+UVA ആണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് എത്രയൊക്കെ സമയങ്ങൾ മാറ്റി വെക്കുന്നു, ആർക്കാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ എത്ര നേരം മാറ്റി വെക്കുന്നു. നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇവിടെ ചെയ്യുന്നത് വെറുതെ എൻ്റെ വായത്തൊന്നും പറയുന്നതല്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് സയൻറ്റിഫിക് സൈഡും അതുപോലെ തന്നെ എന്തൊക്കെ ഡീമെറിറ്റ്സും മെറിറ്റ്സും എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട്, അതും കുറേ ടേക്ക് എടുത്തിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഹലോ, ഒരു കുട്ടി വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കാണിച്ചില്ലേ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ, എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനെ പറ്റി ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ക്ലിനിക്കിലോ അല്ലെങ്കിൽ സലൂണിലോ ഒന്നും പോയി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളോ ഒന്നും മുഖത്തിന് എടുത്തിട്ടില്ല. ആകെപ്പാട് ഒരു തവണ, അതും കല്യാണം പ്രമാണിച്ച് നമ്മുടെ നാട്ടിലെ കീഴ്വഴക്കാണല്ലോ, ഫേഷ്യലൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, 2022 എൻ്റെ മുഖത്തെ അവസ്ഥയാണിത്. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഇവർ എന്തെന്നാ ബ്ലീച്ചിങ് ഒക്കെ ചെയ്ത സമയത്ത് സ്കിന്നൊക്കെ പൊള്ളി കുരുവൊക്കെ വന്ന് വെയിലൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് സ്കിന്ന് ഫുൾ പിഗ്മെൻറ്റേഷനും കുരുവൊക്കെ ആയി. ഞാൻ അവിടുന്ന് ഇപ്പം ഈയുള്ള ഒരു ഇത്തിരിയെങ്കിലും ക്ലിയർ ആയിട്ടുള്ള സ്കിന്നിലോട്ട് എത്തിച്ചത് എൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ കൊണ്ട് മാത്രമാണ്. സോ അധികം സംസാരിച്ച് ഞാൻ വീഡിയോ വലിച്ചു കിട്ടുന്നില്ല. സോ ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ചത് ഈ ഒരു ലോറിയാലിൻ്റെ ഹൈലറോൺ സ്പെഷ്യലിസ്റ്റ് ഫേസ് വാഷാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഹൈലറോണിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ സ്കിന്നായിരുന്നു. ഇപ്പോഴും ഡ്രൈ സ്കിൻ അല്ലെന്നല്ല, ഇപ്പം പഴയതിലും ഭയങ്കരമായിട്ട് ഒത്തിരി മാറി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വിൻ്റർ ടൈമിൽ അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്തെ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് പടം വരയ്ക്കായിരുന്നു. അതുപോലെ ഡ്രൈ ആയിട്ട് സ്കിന്ന് ഇങ്ങനെ നമുക്ക് സ്കിന്നിൽ ഫ്ലേക്സ് ഒക്കെ ഉണ്ടാകുമായിരുന്നു. സോ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി എനിക്ക്. സോ ഈ ഒരു സാധനം നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും, ഹൈലറോണിക് ആസിഡ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈലറോണിൻ്റെ സെറമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൂൺസ് ഒക്കെ പെട്ടെന്ന് ഹീലാകും. അതുപോലെ സ്കിന്നിന് ഒരു സ്മൂത്തി എഫക്റ്റ് ഒക്കെ തരും. ഫേസ് വാഷിന് ശേഷം നമുക്ക് ടോണർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് ടോണർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഡയറക്റ്റ് ഫേസ് വാഷ് കഴിഞ്ഞ് പുറകെ സെറം അപ്ലൈ ചെയ്യുന്നതിന് നല്ലത് എന്തെങ്കിലും ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഒരു പോയിന്റ് ഒന്ന് മറക്കല്ലേ കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് ലോറിയാലിൻ്റെ റിവൈറ്റാലിസ്റ്റ് 5% പ്യോർ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറാണ്. എൻ്റെ കയ്യിൽ ഇതേ നാട്ടിലെ റോസ് വാട്ടർ ഉണ്ട്. റോസ് വാട്ടർ നല്ലൊരു ടോണർ തന്നെയാണ്. നിങ്ങൾക്ക് ഇച്ചിരി റോസ് പെറ്റലൊക്കെ വെള്ളത്തിലിട്ട്, നമുക്ക് വീട്ടിൽ ചെയ്യുന്ന കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്, വെള്ളത്തിലിട്ട് സ്പ്രേ ചെയ്താലും അതും നല്ലൊരു ടോണറാണ്. സോ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു 5% ഗ്ലൈക്കോളിക് ആസിഡ് സെറമാണ്. സെറമല്ല, ടോണറാണ്. സോ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് AHAയും BHA ആയിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്, കാരണം പണി കിട്ടും. ഗ്ലൈക്കോളിക് ആസിഡിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ സ്മൂത്ത് ആകാനും ബ്രൈറ്റ് ആകാനും ഹെൽപ്പ് ചെയ്യും. സീരിയസ്ലി പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഈ സാധനം ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്കിത് നോക്കി അറിയാം, എൻ്റെ തീരാറായി. കാരണം ടോണർ ഒന്ന് ഉറങ്ങുന്ന സമയത്തിന് നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ടോണറോ അല്ലെങ്കിൽ ക്രീമൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടുമല്ലോ, അത് അണ്ടർ ആം ഡാർക്ക്നെസ്സിന് നല്ലതാണ്. സോ നമ്മുടെ ടോണറൊക്കെ ഒന്ന് ഉണങ്ങി വന്നതിന് ശേഷം നമുക്ക് സെറം ഇടാം. നിങ്ങൾക്ക് ഏത് സെറമാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളത് ആ സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐ സജസ്റ്റ് വിറ്റമിൻ C സെറം. ഞാൻ ഉപയോഗിക്കുന്നത് 10% വിറ്റമിൻ C സെറാണ് കേട്ടോ. സോ
വിറ്റമിൻ സി സെറം മോർണിംഗിൽ ഉപയോഗിക്കുന്നത് നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഫ്രീ റാഡിക്കലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വിറ്റമിൻ സി സെറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ മസ്റ്റാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് സ്കിന്ന് ഡാർക്ക് ആകത്തേ ഉള്ളൂ. സോ സൺസ്ക്രീൻ എപ്പോഴും ഉപയോഗിക്കാൻ മറന്നു പോകല്ലേ വിറ്റമിൻ സി സെറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ രാത്രി ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക ഏജിങ്ങിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഒരു 16-17 വീക്സൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ്, നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള റിങ്കിൾസ്, അതൊക്കെ ഒന്ന് മാറാനായിട്ട് അല്ലെങ്കിൽ അതൊന്നൊക്കെ ഒന്ന് ചേഞ്ച് ആവാനായിട്ട് വിറ്റമിൻ സി സെറം നമുക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ത് സെറമാണെങ്കിലും ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് നടത്തുക. കാരണം നിങ്ങൾക്ക് ഇറിറ്റേഷനുള്ള സ്കിന്നാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ശേഷം മാത്രം മുഖത്തൊക്കെ ഉപയോഗിക്കുക കേട്ടോ. സെറത്തിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ. ഞാനും നല്ല എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്തൊരു വണ്ടിയല്ലേ. സോ ഞാൻ ഉപയോഗിക്കുന്നത് ഉറിയേഷിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം തീരാറായി കണ്ടോ, ഒന്നുമില്ല തീരാറായി. കാരണം സംഭവം ഇത് 200 ml ഉണ്ട്. ഇച്ചിരി എക്സ്പെൻസീവാണ്, പക്ഷേ എങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. കുറേ നാൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പായിട്ട് സാധനം മേടിക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തീർന്നും പോകും. അതുപോലെ തന്നെ ക്വാളിറ്റിയും കുറവായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മണമൊന്നുമില്ല, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇറ്റ് നറിഷസ് പ്രൊട്ടക്ട്സ് സ്മൂത്തിങ് ഇച്ചിങ് സെൻസേഷൻ. ഇത് ആക്ച്വലി ഭയങ്കര ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ വേണ്ടിയിട്ടാണല്ലോ എടുക്കേണ്ടത്. സോ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തീരാറായി. ഞാൻ മുമ്പ് വിചാരിച്ചാണല്ലോ, അങ്ങനെയില്ല ഉണ്ടെന്നാലും, കാരണം എനിക്ക് പുതിയ മേടിക്കണം. സോ വാരി വലിച്ചൊന്നും മോയ്സ്ചറൈസർ ഒന്നും ഇടണ്ട കേട്ടോ. മോയ്സ്ചറൈസർ നമ്മുടെ നാട്ടിൽ ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഇപ്പം ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം ഇത് നാട്ടിൽ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഇത് ആർക്കെങ്കിലും ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ഇവിടുന്ന് മേടിച്ച് നിങ്ങൾക്ക് കൊറിയർ ചെയ്യാം കേട്ടോ. പൈസ എനിക്ക് തരണം, കൊറിയർ ചാർജ് ഒന്നും തരണ്ട, ഇതിൻ്റെ കാശ് മതി. സോ ഈ സാധനം നല്ല അടിപൊളിയാണ്. നിങ്ങൾ നോക്കി, നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു സ്കിന്ന് ഒരു ഹൈഡ്രേറ്റിംഗ് ഫീൽ സ്കിന്നിന് തരുന്നതായിരിക്കും കേട്ടോ. ഞാനിത് കഴിഞ്ഞൊരു കുറേ നാളുണ്ട്. ഇതും സെറാവയും എൻ്റെ കയ്യിലുണ്ട് കണ്ടോ. സെറാവയുണ്ട്, പക്ഷേ സെറാവയുടെ ഇത് ബോഡി ലോഷനാണ്. ഞാനിതാണ് ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സാധനം അടിപൊളിയാണ്, ഒന്നും പറയാതിരിക്കാൻ വയ്യ. നമ്മൾ കയ്യിലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, മാറുന്നതും. അതുപോലെ പിന്നീടാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഡ്രൈ ആയി നമുക്കങ്ങനെ കയ്യിൽ വര വീഴും, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. സോ മോയ്സ്ചറൈസറിന് ശേഷം നമ്മൾ അവസാനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. ഞാൻ ഇതും ഉറിയേഷിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ സാധനം അടിപൊളിയാണ്, ഒന്നും പറയാതിരിക്കാൻ വയ്യ. വൈറ്റ് കാസ്റ്റിങ് ഒന്നും തരത്തില്ല. SPF 50+ UVA ആണ് കേട്ടോ. നമ്മുടെ സൂര്യൻ്റെ UVA കിരണങ്ങളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ ക്യാൻസറിൽ നിന്നും അതുപോലെ തന്നെ സൺബേണിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും സൺസ്ക്രീൻ. സോ നമ്മൾ പുറത്ത് പോകുമ്പം നാട്ടിലെ ചൂടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകല്ലേ, കരിഞ്ഞു പോകും. സോ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചൂടൊന്നുമില്ല, എന്നിരുന്നാലും കുറച്ച് നേരം വെയിൽ തോന്നി നമുക്ക് പൊള്ളുന്നൊരു ഫീലൊക്കെ തോന്നും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതിനൊരു വൈറ്റ് കാസ്റ്റിങ്ങോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ സോ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ എങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുക. നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യില്ല, സമയമെടുക്കും, പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് കേട്ടോ അത്. ഏറ്റവും അവസാനം നമുക്ക് ലിപ് ബാം ഇടണം കേട്ടോ. SPFൻ്റെ ലിപ് ബാം ഉണ്ടെന്നുണ്ടെങ്കിൽ SPFൻ്റെ ലിപ് ബാം ആയിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ SPFൻ്റെ ലിപ് ബാം ഒന്നുമില്ല. നോർമൽ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇവിടെ ചെയ്യുന്നത് വെറുതെ എൻ്റെ വായത്തൊന്ന് പറയുന്നതല്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് സയൻറ്റിഫിക് സൈഡും അതുപോലെ തന്നെ എന്തൊക്കെ ഡീമെറിറ്റ്സും മെറിറ്റ്സും എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ് ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട്. അതും കുറേ ടേക്ക് എടുത്തിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ വിറ്റമിൻ സി സെറം മാത്രമല്ലാതെ നിയാസിനമൈഡിൻ്റെ സെറമുണ്ട്, അതുപോലെ തന്നെ പെപ്റ്റൈഡ് കൊളാജൻ സെറമുണ്ട്, BHA പീലിംഗ് സെറമുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ടൈപ്പ് സെറമുണ്ട്. സോ ഓരോ സെറത്തിനും ഓരോ
പ്രത്യേകതയാണുള്ളത്. അതും ഓരോന്നും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മോർ ഡീറ്റെയിൽസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് കുറച്ച് സെറത്തിൻ്റെ കളക്ഷനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ. സോ നമ്മൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് എത്രയൊക്കെ സമയങ്ങൾ മാറ്റി വെക്കുന്നു, ആർക്കാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ എത്ര നേരം മാറ്റി വെക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ വർത്താനം കേട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് താങ്ക് യു. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.